കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പഴയകാല ഓർമ്മയിലേക്ക് പോയിരുന്നു. അതിന് വേണ്ടി ചോറ് വെക്കുന്ന അരി ഒരു 1.5 ഗ്ലാസ് അരി എടുത്ത് കഴുകി ഉണക്കിയതിന് ശേഷം വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് വറുത്ത് കൊടുക്കണം. മീഡിയം സൈസ് തീയിട്ട് വറുത്ത് കൊടുക്കണം. ഇതേ രീതിയിലാണ് വറുത്ത് കൊടുക്കാനുള്ളത്. ഇത് ജയ അരിയാണ്. ഏതരിയും എടുക്കാം, ചോറ് വയ്ക്കുന്ന ഏതരി. അരി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടെ അല്പം കൂടി ഒന്ന് ചുവന്ന് വരട്ടെ. ചുവന്ന് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയിലെ ജാറെടുത്ത് അതിലിട്ട് പൊടിച്ചു കൊണ്ടുവരും. തണുത്തതിന് ശേഷമേ പൊടിക്കാവൂ, അല്ലെങ്കിൽ മിക്സി കേടായി പോവും. തണുത്തതിന് ശേഷം പൊടിക്കണം. നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് കോരിയിട്ട് കൊടുക്കാം. തണുത്തിട്ട് പ്രത്യേകം പറയണേ, തണുത്തതിന് ശേഷം ഇടാവൂ. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. പണ്ടൊക്കെ 4 മണിക്ക് നമുക്ക് നമ്മുടെ ഉമ്മമാരുണ്ടാക്കി തരുന്നതാണ്. ഇപ്പം മിക്സറും ചിപ്സൊക്കെയാണ്. പക്ഷേ ഇതാണ് പോഷക ഗുണമുള്ളതാണ്. ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ശർക്കരയും തേങ്ങയിൽ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തേങ്ങയുടെ പാലങ്ങ് ഇറങ്ങും. നല്ല മയം കിട്ടും. സ്പൂണിട്ട് അത്ര മയം കിട്ടൂല. ഇത് നിന്ന് കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ആരും ചെയ്യാതിരിക്കരുത്. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ രീതിയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ചായയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ചെയ്ത് നോക്കണം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം.